അറിഞ്ഞില്ലേ, കുഞ്ഞുമ്മാൻ്റെ മോളുടെ അമ്മായിയുടെ മോള് UK പോയി, നിനക്കും പൊയ്ക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. അതേ, അവളെ കല്യാണം കഴിച്ച ആള് പോയി, അവളെയും കൊണ്ടുപോകാൻ പോവാ, നിനക്ക് പൊയ്ക്കൂടെ, നിനക്ക് UK നോക്കിക്കൂടെ, കാനഡക്ക് നോക്കിക്കൂടെ. ഇവർക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കും. അവസാനം നമ്മുടെ ഉള്ളിലൊരു തോട്ട് വന്നു, ഇനി UK കാനഡയ്ക്കും പോയാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നുള്ളത്. ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്. അവസാനം അവർ പുറത്തുപോയി, ഇവർ പുറത്തുപോയി, നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെയിരുന്നോ, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര വർഷം പഠിച്ചു, ഇനി അവിടെ പോയിട്ട് ഞാൻ വീണ്ടും പഠിച്ച് പിന്നെയും ജോലി ചെയ്യാനോ? ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. അല്ലമ്മോ, അവിടെ അയാൾ പോയിട്ട് പുതിയ വീട് വാങ്ങിച്ചു, അവിടെ UK വീട് വാങ്ങിയെന്ന് പറഞ്ഞത്, നിനക്കും അതേപോലെയൊക്കെ, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കാശ് സമ്പാദിച്ചിട്ട് തിരിച്ചു വന്നു. ഈ ഒരു ക്വസ്റ്റ്യനാണ് ഒരുപാട് പേര് കേൾക്കുന്നത്. ഇവിടെ നിന്ന് ലോൺ എടുത്ത് 18-20 ലക്ഷം ലോൺ എടുത്ത് പുറത്തേക്ക് പോകുന്നു. അത് അവരുടെ ഇഷ്ടമാണ്, പുറത്തേക്ക് പോകുന്നത് അവരുടെ ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വീട്ടിൽ വന്ന് അവർ പോയി, ഇവർ പോയി, അമ്മായിൻ്റെ മോൻ പോയി, മൂത്തുമ്മയുടെ മോൻ പോയി, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മയുടെ മോന് പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂല.